പി സരിൻ മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അവസാനം വരെ വലിയ പ്രതീക്ഷയിലായിരുന്നു, പക്ഷെ എവിടെയാണ് പാളിപ്പോയത്? അങ്ങനെ ഒരു പാളിച്ച എന്നുള്ള വാക്ക് അവിടെ ശരിയല്ല പ്രയോഗിക്കുന്നത്. പാളിയത് ഒരുപക്ഷെ ഏത് വോട്ട് വാങ്ങി വിജയിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിയ UDFന്റെ രാഷ്ട്രീയ നീക്കമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അവർ വിജയിച്ചതുകൊണ്ട് പാളിയില്ല എന്നല്ലല്ലോ പറയേണ്ടത്. വാങ്ങിയ വോട്ടുകളുടെ പേരിൽ പശ്ചാത്താപമുണ്ടാകുന്ന, വാങ്ങിയ വോട്ടുകളുടെ പേരിൽ ഒരു പക്ഷേ നിരാശ പിന്നീട് ഉണ്ടാകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് UDF ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ജനങ്ങളാണ് അറിഞ്ഞ് നമുക്ക് 1000-ഓളം വോട്ട് കൂടുതൽ, കഴിഞ്ഞ അസംബ്ലിയുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ 1000-ഓളം വോട്ട് കൂടുതലും, കഴിഞ്ഞ ലോക്സഭയുമായി ബന്ധപ്പെട്ട് തൊട്ടുപിന്നെ നടന്ന ലോക്സഭയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 2000-ഓളം വോട്ട് കൂടുതലും ജനങ്ങൾ അറിഞ്ഞ് നൽകിയിട്ടുണ്ട്. മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ട് പോലും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പാളി എന്ന് തോന്നുന്നില്ല. പകരം കിട്ടാമായിരുന്ന വോട്ടുകൾ നഷ്ടപ്പെട്ടു. നേരെ മറിച്ച് UDFനെ സംബന്ധിച്ചിടത്തോളം SDPI പോലെയുള്ള സംഘടനകളുമായി പരസ്യമായിട്ടുണ്ടാക്കുന്ന ഡീലുകൾ, അത് UDF പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും SDPI ഇന്നലെ പരസ്യമായിട്ട് തന്നെ അതിൽ അവകാശവാദം ഉന്നയിച്ച് മുന്നേക്ക് വന്നല്ലോ. ചേലക്കരയിൽ എന്തുകൊണ്ടാണ് 12,000-ൽ പരം വോട്ടുകൾക്ക് 8 പഞ്ചായത്തുകളിൽ ചേലക്കരയിൽ CPM ലീഡ് ചെയ്യുക, മുള്ളൂർക്കരയിൽ സാങ്കേതികമായി 100 വോട്ടിന്റെ ലീഡ് കിട്ടിയെന്നാണ് ഞാൻ അറിയുന്നത് UDFന്. അവിടെ ഒരു അനക്കമുണ്ടാക്കാൻ സാധിച്ചോ? ഇവിടെ ഒരു അനക്കമുണ്ടാക്കിയെന്ന് എന്ന് തോന്നിയല്ലോ. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എന്താ തോന്നുന്നത്? പറഞ്ഞുണ്ടാക്കിയതുകൊണ്ട് ഭരണവിരുദ്ധതയില്ല. ഒരുപക്ഷെ ശക്തമായ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ കിട്ടുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണിത്, സൂചനയാണിത്. നഷ്ടമില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ നേട്ടമുണ്ടാകുമായിരുന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാലക്കാട് മണ്ഡലത്തിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയല്ല, പാലക്കാട് ജില്ലയിലാണ് എൻ്റെ പൊളിറ്റിക്കൽ തട്ടകമായിട്ട് ഞാൻ നിലയുറപ്പിച്ചത്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ആളുകൾക്ക് നമ്മളിലേക്ക് എത്താൻ, നമുക്ക് ആളുകളിലേക്ക് എത്താനും ഈ ജില്ലയിൽ ഞാനുണ്ടാവും. എനിക്ക് നിരാശയില്ല. ട്രോളുന്നവർക്ക് അതൊരു ആഹ്ലാദം തരുന്നുണ്ടെങ്കിൽ അത് ആ വഴിക്ക് പോട്ടെ. സരിൻ ഇവിടെ തന്നെ ഉണ്ടാകും, പാലക്കാട് തന്നെ ഉണ്ടാകും. ആന്റണി ഗിർഗിറിയോടൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.